നമസ്കാരം. യാതൊരു സൂചനയുമില്ലാതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ CRPF സഹായത്തോടുകൂടി ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വസതികളിൽ റെയ്ഡിനെത്തിയത്. ഇതേക്കുറിച്ച് ഒരു വിവരവും തനിക്കില്ലായിരുന്നു, തന്നോട് ഒരു സഹായവും ചോദിച്ചിരുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്. എന്നാൽ ചെന്നിത്തല ഒരു കാര്യം തീർത്തു പറഞ്ഞു. കേരളത്തിൽ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന്. ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. നിയമം കയ്യിലെടുക്കാൻ ഒരാളിനെയും അനുവദിക്കില്ല. അതിശക്തമായി തന്നെ ഗവൺമെൻറ് അതിനെ നേരിടും. ഇവിടെ പ്രകടനം നടത്തുന്നതിന് നമ്മളാരും എതിരല്ല, പ്രതിഷേധിക്കുന്നതിനെതിരല്ല. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അന്വേഷിക്കാൻ വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക, 3 കാറുകൾ തല്ലി തകർക്കുക, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിന് മറുവശം ഡൽഹിയിൽ ഇന്നലെ സംഭവിച്ചതാണ്. മാധ്യമപ്രവർത്തകരുടെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല. പിണറായിയെ പോലെ ധാർഷ്ട്യം കാണിക്കുകയും മൈക്ക് തട്ടിമാറ്റുകയും ഒന്നും ചെയ്തില്ല. ചിരിച്ചുകൊണ്ട് ആംഗ്യഭാഷയിൽ വീണ്ടും പൂക്കി സതീശനായി നിന്ന കാഴ്ച. ഈ പശ്ചാത്തലത്തിൽ CPM പറയാം, ഞങ്ങൾ പറഞ്ഞത് ശരിയാവുന്നു. VD സതീശൻ ഡൽഹിയിൽ പോയി മോദിയുമായി കരാറിടുന്നു. അതിൻ്റെ ഭാഗമായി പോലീസ് ഇവിടെ എത്തുന്നു. ആഭ്യന്തര വകുപ്പ് EDക്ക് സംരക്ഷണമൊരുക്കുന്നു. പക്ഷെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? CPIM വീണ് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിന് പേരിൽ പിണറായിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ്. പിണറായിക്ക് വേണ്ടി ചോര കൊടുക്കാൻ ഒരുങ്ങി സഖാക്കൾ രംഗത്തുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും നഷ്ടപ്പെട്ടു പോയ ആവേശം തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ്. പക്ഷേ ഈ ആവേശത്തിന് ഇരയാകുന്നത് ആരാണ് എന്നോർക്കണം. സംശയമൊന്നും വേണ്ട, പാർട്ടി നേതാക്കളുടെ വാക്കുകേട്ട് ചാടിയിറങ്ങിയ കുട്ടിക്കുരങ്ങന്മാർ. ഇന്നലത്തെ ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അതിൽ മറ്റൊരു പ്രശ്നം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കൊന്നും അറിയാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. റെയ്ഡിൻ്റെ സമയത്ത് ആളുകൂടിയപ്പോൾ റെയ്ഡാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എങ്കിലും സുരക്ഷ ഒരുക്കേണ്ടതായിരുന്നു, ഒരുക്കിയില്ല. ED ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും റെയ്ഡ് പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞ് 2:30 പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് പൂർണ്ണമായ സുരക്ഷ ഒരുക്കി കൊടുത്ത് അവരുടെ വാഹന വ്യൂഹത്തിന് സുരക്ഷിതമായി കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് പോലീസായിരുന്നു. അവർ ചെയ്തില്ല. ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തിൽ നിന്നും ഒരു വിധത്തിലാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. അവരുടെ വാഹനം അടിച്ചു തകർത്തു. വാഹനത്തിനുള്ളിലിരുന്ന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പോലീസ് കയ്യും കെട്ടിനിന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഈ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുൻപ് അവർക്ക് സുരക്ഷിതമായ വഴിയൊരുക്കി കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് ഈ വാഹനങ്ങൾ അടിച്ചു തകർത്തപ്പോഴും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കാതിരുന്നത്? ഉത്തരം വ്യക്തമാണ്. മന്ത്രി മാത്രമേ മാറിയിട്ടുള്ളൂ, പോലീസ് മാറിയിട്ടില്ല. പഴയ DGP, പഴയ കമ്മീഷണർമാർ, പഴയ DCPമാർ, പഴയ ഉദ്യോഗസ്ഥർ. ഇതിനിടയിൽ വളരെ വിചിത്രമായ ഒരു സ്ഥലം മാറ്റവും സംഭവിച്ചു. R പ്രശാന്ത് എന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, അദ്ദേഹം 10 വർഷമായി യൂണിഫോം ഇട്ടിട്ടില്ല. 2007 സർവീസിൽ കയറിയതിന് ശേഷം അദ്ദേഹം പല ആളുകളുടെയും സഹായത്തോടുകൂടി യൂണിഫോം ഇല്ലാതെ ജീവിച്ച ആളാണ്. അദ്ദേഹത്തെയാണ് സുപ്രധാനമായ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി നിയോഗിച്ചത്. അത് പണി കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ദിവസവും അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് നിന്ന് തിരിയാൻ നേരമുണ്ടാവില്ല, അനുഭവിക്കട്ടെ എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. എന്ത് സംഭവിച്ചാലും തന്നെ ബാധിക്കില്ല എന്ന തരത്തിൽ അലമ്പുണ്ടാവട്ടെ എന്ന് കരുതി അദ്ദേഹം നിന്നു. ഇന്നലെ ഈ പ്രശാന്ത് സംഭവം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ പരിസരത്തുണ്ട്. അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ട് നിന്നത് CPM നേതാക്കളോടും കൗൺസിലർമാരോടുമാണ്. അദ്ദേഹം ഒരു നിർദ്ദേശവും കൊടുക്കാത്തത് കൊണ്ടാണ് പാർട്ടി സഖാക്കൾ അഴിഞ്ഞാടിയത്. പ്രശാന്തിന്റെ സമ്മതത്തോടെയാണ് വാസ്തവത്തിൽ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചത്. ഇതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി ഇതിനെ കാണുന്നു. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെങ്കിലും അവരൊക്കെ അനുഭവിക്കുമെന്ന് തീർച്ച. ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ആക്രമിച്ചത് കേന്ദ്ര സേനയാണ്. യന്ത്രത്തോക്കിൽ നിൽക്കുന്ന CRPFകാർക്ക് വേണമെങ്കിൽ വെടിവെക്കാമായിരുന്നു. CPM ആഗ്രഹിച്ചതും അതായിരുന്നു. അവർക്ക് അത്യാവശ്യം വേണ്ടത് രക്തസാക്ഷിയെ കൂടിയാണ്. ഏതെങ്കിലും പാവപ്പെട്ട 4-5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചാൽ
അവരുടെ മൃതദേഹവുമായി അവർക്ക് കേരളം തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു. ഈ കെണിയിൽ എന്തായാലും CRPF ഉദ്യോഗസ്ഥർ വീണുപോയില്ല. പോലീസിന്റെ വീഴ്ച തുടർന്നുമുണ്ടായി. ഇത്രയധികം ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ഈ വാഹനങ്ങൾ തല്ലി തകർത്തവർ, ക്രമസമാധാനത്തിന് കുഴപ്പമുണ്ടാക്കിയവർ, അവരെയൊക്കെ കൈയോടെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. അവരൊക്കെ സുഗമമായി പാർട്ടി ഓഫീസിൽ പോയി ഒളിച്ചിരിക്കുന്നത് വരെ അവർ കാത്തിരുന്നു. എന്നിട്ടോ പാർട്ടി ഓഫീസിന് മുമ്പിൽ പോയി വെറുതെ മസിൽ പിടിച്ചു നിന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയി രംഗത്തെത്തി പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കയറുന്നില്ല എന്ന് പറഞ്ഞു നിന്ന് പാർട്ടിക്കാർ കൊടുത്ത 5 പേരുമായി സ്ഥലം വിട്ടു. ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥ ഇതേ സാഹചര്യത്തിൽ പിണറായി ഭരണകാലത്ത് തിരുവനന്തപുരത്ത് ചെയ്തത് അറിയാവുന്നതാണ്. നീതി നടപ്പിലാക്കേണ്ടത് അവരുടെ ജോലിയായതുകൊണ്ട് ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ അവർ പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി. പിണറായിയുടെ ഭരണകാലത്ത് ഇവിടെ ഇതാ രമേശ് ചെന്നിത്തലയും VD സതീശനും ഭരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ തരാമോ എന്ന് ചോദിച്ച് അവർ കൊടുത്ത പ്രതികളുമായി പോയി. ഇതൊന്നും പക്ഷേ CPM-നെ രക്ഷിക്കാൻ പോകുന്നില്ല, കുട്ടി സഖാക്കളെ രക്ഷിക്കാൻ പോകുന്നില്ല. വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ഇന്റലിജൻസ് തയ്യാറാക്കുന്നു. ഒരൊറ്റ ഒരുത്തിനെ വിടാതെ ഓടിച്ചിട്ട് പിടിക്കാൻ തന്നെയാണ് നീക്കം. അതിനോട് സഹകരിക്കാൻ തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെയും തീരുമാനം. അവരെ മുഴുവൻ പൊക്കിയെടുക്കാനുള്ള നീക്കം നടക്കുന്നു. ED ഉദ്യോഗസ്ഥന്മാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി നടക്കുന്നത്. എന്നാൽ ED നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസ് അന്വേഷിക്കാൻ ഇവർ അലസത കാട്ടുന്നു. അതുകൊണ്ട് CBIക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. CBIയെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ച് സകലരെയും പൊക്കിയെടുത്തുകൊണ്ടുപോയി സ്ഥിരമായി ജയിലിലടയ്ക്കാൻ തന്നെയാണ് നീക്കം. ഇപ്പോൾ CPM വിട്ടുകൊടുത്ത കേവലം 5 പേരിൽ നിൽക്കില്ല. സകല CCTV ക്യാമറകളും സകല ചാനൽ ക്യാമറ ദൃശ്യങ്ങളും സകല സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ച് സകലരെയും പൊക്കാൻ വേണ്ടി തന്നെയാണ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തത്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടുന്ന കേസാണ്. കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടിക്കിടയിൽ ആക്രമിക്കപ്പെട്ടാൽ, അവരെ കൊല്ലാൻ ശ്രമിച്ചാൽ വകുപ്പ് UAPA ആയി മാറും. എന്ന് വെച്ചാൽ ഭീകരവിരുദ്ധ നിയമമായി മാറും. ഭീകരവിരുദ്ധ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്താൽ പിന്നെ ഒരുത്തനും ജാമ്യം പോലും കിട്ടില്ല. ഇപ്പോഴത്തെ അസസ്മെന്റ് അനുസരിച്ച് ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നു എന്ന വകുപ്പ് ചേർക്കുന്നതോടെ നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം കിട്ടില്ല. ഇതിന്റെ കൂടെ ഈ കേസ് CBI ഏറ്റെടുക്കുകയും UAPA ചുമത്തുകയും ചെയ്താൽ സംഗതി മാറും. ED ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലും പോയി ഇത്തരം റെയ്ഡ് നടത്താറുണ്ടെങ്കിലും ഇത് രണ്ടാമത്തെ അനുഭവമാണ്. ആദ്യ അനുഭവം പശ്ചിമ ബംഗാളിൽ 2024 ജനുവരിയിലായിരുന്നു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖ് എന്നു പേരുള്ള ഒരു തൃണമൂൽ ഗുണ്ടാ തലവൻ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരെ രസിച്ചിരുന്ന ഗുണ്ടാ സംഘത്തിന്റെ തലവൻ അവിടുത്തെ മുടിചൂട മനനാണ്. അവിടെ സ്ത്രീകൾ പതിയെ പതിയെ ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചതോടെ പ്രശ്നം തുടങ്ങുന്നു. ഒടുവിൽ അവിടെ വലിയ സംഘർഷം രൂപപ്പെട്ടു. പല സാഹചര്യമുണ്ടായി. ഷാജഹാൻ ഷെയ്ഖിന്റെയും കൂട്ടാളികളുടെ വീട്ടിൽ ED കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തുന്നു. ED ഉദ്യോഗസ്ഥന്മാരെ ഷാജഹാന്റെ ഗുണ്ടകൾ ആക്രമിക്കുകയാണ്. ഈ കേസ് തൃണമൂൽ കോൺഗ്രസിന്റെ പോലീസ് അന്വേഷിച്ചാൽ ഒരിടത്തും എത്തില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ CBIക്ക് വിട്ടുകൊടുത്തു. 55 ദിവസം ഒളിവിലിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ പൊക്കി അകത്തിട്ടു. ഇതിന്റെ തനി ആവർത്തനമായിരിക്കും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. പിണറായി വിജയന്റെ മകൾ കരിമണൽ കർത്ത എന്ന കളങ്കിത കച്ചവടക്കാരൻ നിന്നും മാസപ്പടി വാങ്ങിയത് പിണറായിക്ക് വേണ്ടിയാണെന്ന് അറിയാത്തവരല്ല ഈ നാട്ടിലെ മനുഷ്യർ. എന്നിട്ടും നാടിനു പുറത്തു പോയി പഠിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടത്തി ജീവിക്കുന്ന പിണറായിയുടെ മകൾക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിലാവുകയും ചെയ്യുന്നത് കുട്ടി സഖാക്കൾ. 10 വർഷം പിണറായി ഭരിച്ചതുകൊണ്ട് എല്ലാ കേസിൽ നിന്നും ഊരിക്കൊടുത്ത് ശീലമുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷെ ഓരോരുത്തരുടെയും ജാതകം വരെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു കേന്ദ്രസേന. ഒരു സംശയവും വേണ്ട, സകലതിനെയും ഓടി നടന്ന് പൊക്കിക്കൊണ്ടുപോകും. പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് ഒരു ഹർത്താൽ നടത്തിയവരുടെ അവസ്ഥ അറിയാവുന്നതാണ്. ഓരോ ദിവസവും ഓരോരുത്തരെ പൊക്കിക്കൊണ്ടുപോയി. പക്ഷെ അവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇവിടെ EDക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ കുട്ടി സഖാക്കൾ അവരുടെ വീട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു വെച്ചേക്കുക. ഇനി പുറം ലോകം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള നേതാക്കളുടെ ആഗ്രഹം നടന്നില്ലെങ്കിലും സൂര്യവെളിച്ചം കാണാതിരിക്കാനുള്ള യോഗം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്.